ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് 3 ദിവസമായി. എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ല. പനി, ശബ്ദം അടയ്ക്കുന്നു, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം, മൊത്തത്തിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട് ഒട്ടും വയ്യാതിരിക്കുക. പിന്നെ എന്താ പറയുക, മെൻ്റലി കുറേ അങ്ങ് അപ്സെറ്റ് ആവുന്നു. നമുക്ക് മക്കളെ കാണാതെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട്. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? സത്യം പറഞ്ഞാൽ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രവാസ ജീവിതം ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പ്രവാസ ജീവിതത്തിലേക്ക് വരാനുള്ള ഏക മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു ചോദ്യചിഹ്നം. ആ ഒരു സാഹചര്യത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഒരു പ്രവാസിയാകാം. ബാധ്യതകളൊക്കെ തീർക്കാം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് പ്രവാസി ആയത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരുപാട് എല്ലാ പ്രവാസികളും. ഇനി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കാശില്ലെങ്കിൽ എന്താ, മനസമാധാനം പോരെ, ജീവിച്ചു പോയിക്കൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും. ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. പൈസ ഇല്ലാതെ, കയ്യിൽ കാശില്ലാതെ, 5 പൈസ ഇല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി നോക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയി നോക്കും. ഈവൻ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും ഒരു പരിധിവരെ നിങ്ങളെ അവോയ്ഡ് ചെയ്യും, നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങൾക്കൊരു പരിഗണന പോലും ഇവരാരും തരത്തില്ല. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ബന്ധത്തിനാണോ വില, പണത്തിനാണോ വില? പക്ഷേ എൻ്റെ ജീവിതം, ഞാൻ കടന്നു വന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠം, ഏക പാഠം എന്ന് പറഞ്ഞാൽ പണം. കയ്യിൽ കാശുണ്ടോ? നമുക്ക് എല്ലാവരും ഉണ്ട്, എല്ലാ ബന്ധങ്ങളും ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എല്ലാ സന്തോഷങ്ങളും ഉണ്ട്. എന്നാൽ കയ്യിൽ കാശില്ലേ? ഒന്നുമില്ല. സ്വന്തം നിഴൽ പോലും ചില സമയത്ത് നമ്മുടെ കൂടെ കാണത്തില്ല. പണ്ടുള്ളവർ പറയും, പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. സത്യമാണത്. പണമുണ്ടെങ്കിൽ നമുക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, കുടുംബാംഗങ്ങൾ നമ്മളെ തിരിച്ചറിയും, നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സ്നേഹം അവർ വാരിക്കോരിത്തരും. അത് എന്നോടുള്ള സ്നേഹമാണോ, അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് മാത്രം. ഇതില്ലാത്തൊരു സമയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. സമൂഹത്തിൽ വിലയില്ല, നാട്ടിൽ വിലയില്ല, വീട്ടിൽ വിലയില്ല, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വിലയില്ല, ഒരു പരിധി വരെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ പോലും നമുക്ക് ഒരു വിലയുണ്ടാവില്ല കൂട്ടുകാരെ. മനസ്സിലായോ? പിന്നെ ടെൻഷൻ. ഓരോ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും നാളെ എന്താണ്, നാളത്തെ ആവശ്യങ്ങൾ എന്താണ്, അത് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ഞെരുക്കിക്കളയും. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും പ്രവാസി എന്നുള്ളൊരു കുപ്പായം എടുത്തിടുന്നത്. ഏകദേശം ഒരു 6 മാസം മുമ്പ് ഈ കുപ്പായം എടുത്തിട്ടു. അതൊരിക്കലും ഒരുപാട് കാശുണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് ജീവിക്കണം. സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനോട് ചേർന്നെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം, മക്കളെ നല്ല രീതിയിൽ വളർത്തണം. മനസ്സിലായില്ലേ? ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും, ഞങ്ങൾ അത്രയും ടൈറ്റായിട്ട്, അത്രയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ടോ, മനസ്സിലായോ? ജീവിക്കുന്നുണ്ടോ എന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് പേരെ അവരുടെ ചുറ്റിലും അവർക്കിടയിലാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. പക്ഷേ ഇന്ന് നോക്കുമ്പോഴത്തേക്കും പുതിയ ബന്ധങ്ങൾ, അതായത് പലരുടെയും ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മറന്നു, നമുക്കൊന്നും എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞാൽ മറന്നതാണ്, നമ്മളൊന്നും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം രക്ഷപ്പെടാനായിട്ട് ഒരവസരം തരുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാക്കിയ നിമിഷങ്ങൾ ഇപ്പോഴും ഉണ്ട് ഹൃദയത്തിൽ. നമ്മൾ തൊട്ടടുത്ത് നിൽക്കും,
പക്ഷേ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളെ കണ്ടാൽ പോലും മനസ്സിലാകാത്ത അവസ്ഥ, ഒരു പുച്ഛം. അതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമെന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്. പണമുണ്ടെങ്കിലേ ഉള്ളൂ ബന്ധം, പണമുണ്ടെങ്കിലേ ഉള്ളൂ അധികാരം, പവർ. മണി ഈസ് പവർ. പണം ഉണ്ടെങ്കിലുള്ള അധികാരം, ആധിപത്യം, മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹം നമുക്ക് കിട്ടത്തുള്ളൂ, സ്ഥാനം കിട്ടത്തുള്ളൂ, ബഹുമാനം കിട്ടത്തുള്ളൂ. എന്താ പറയുക, ഒരു നേരത്തെ വെള്ളം പോലും, ഒരു ഗ്ലാസ് ചായ പോലും നമുക്ക് ഒരാളെ തരണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ പണത്തിനാണോ ബന്ധത്തിനാണോ വിലയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും പണത്തിന് തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ ഏത് ബന്ധവും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഇല്ലാത്ത പല ബന്ധങ്ങളും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിക്കിളിക്കും. മനസ്സിലായി? ഇത്രയും നാളും നമ്മളെ ഓർക്കാത്തവരും കാണാത്തവരും മിണ്ടാത്തവരും എന്താ പറയുക, നമ്മൾ ജീവനോട് ഉണ്ടോയെന്ന് പോലും തിരക്കാത്തവരൊക്കെ പണമുണ്ട്, അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കുറച്ചും കൂടെ മാറ്റങ്ങളുണ്ട് എന്ന് ബോധ്യം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ തേനീച്ചക്കൂട്ടിൽ തേനീച്ച ചെന്ന് തേൻ നുകരുന്ന കണക്ക്, ഒരു പൂവിനെ തേടി പൂമ്പാറ്റകൾ പോയി പൂമ്പൊടിയും എന്താ പറയുക ചെറുതേനും നുകരുന്ന കണക്ക് നമ്മുടെ അടുത്തേക്ക് പറന്നു വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊന്നും എന്താ പറയുക, അങ്ങനെ വരുന്നവരോട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക തോന്നുന്ന വികാരം എന്ന് പറഞ്ഞാൽ, ഇവരാരും സ്നേഹിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയോ നമ്മുടെ സ്വഭാവത്തെയോ ഞാനെന്ന വ്യക്തിയോ അല്ല, മറിച്ച് അവർ സ്നേഹിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, അല്ലെങ്കിൽ എന്താ പറയുക ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ട്, എന്താ പറയുക ഒന്നുമില്ലാത്ത, അതായത് നാലണയ്ക്ക് പോലും വിലയില്ലാത്ത വ്യക്തികളല്ല എന്നുള്ള ചിന്താഗതിയാണ്. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തിയും പ്രവാസി എന്നുള്ള കുപ്പായം എടുത്തിടുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞ് പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നരക ജീവിതം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കണം, ആഗ്രഹങ്ങൾ ത്യജിക്കണം, മക്കളില്ല, കുടുംബമില്ല, ഭർത്താവില്ല, സ്വന്തം ഭാഷ പോലും സംസാരിക്കാൻ പറ്റാതെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇഷ്ടപ്പെട്ട ആഹാരമില്ല, കണ്ണും പൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കും. കാരണം എന്താ, ജീവൻ നിലനിർത്തണം. പിന്നെ ഓരോ മാസവും ഓരോ ദിവസം എണ്ണി ദിവസങ്ങൾ മുമ്പോട്ട് പോകും. എന്തിനാ? കിട്ടുന്ന വരുമാനം, സാലറി. അതാണ് എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം. എങ്ങനെയെങ്കിലൊക്കെ 30 ദിവസം, ഒരു മാസം തീർക്കുക, ശമ്പളം മേടിക്കുക, കടങ്ങൾ തീർക്കുക. ഇത്രയും എന്താ പറയുക, ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 10, 15 വർഷം പ്രവാസ ജീവിതം അതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോവുക. ഇനിയുള്ള ജീവിതമെങ്കിലും സന്തോഷകരമായിട്ട് ജീവിച്ച് തീർക്കുക. അതാണ് എല്ലാ പ്രവാസികളും ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ ബന്ധങ്ങൾക്കൊക്കെ കുറച്ചും കൂടെയൊക്കെ വില കൊടുക്കുക. പൈസയില്ല, എന്താ പറയുക, ജീവിതത്തിൽ തോറ്റുപോയവരല്ലടോ, മറ്റുള്ളവരെ എന്താ പറയുക പിടിച്ച് വലിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നും തോറ്റുപോയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാ പ്രവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അവരുടെ കഷ്ടപ്പാടിന് സമർപ്പിക്കുന്നു, അവരുടെ കണ്ണീരിനെ സമർപ്പിക്കുന്നു, അവരുടെ സമർപ്പണ ബോധത്തിന് സമർപ്പിക്കുന്നു. അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു.